വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫ്രൂട്ട് സാലഡ് ഞാൻ കസ്റ്റേർഡ് ചേർക്കുന്നുമില്ല, ഐസ്ക്രീമും അല്ലാതെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉള്ള സമയത്ത് ജസ്റ്റ് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഏത് ഫ്രൂട്ട്സ് എടുക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചെറിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഏത്തപ്പഴം, മാതളം എടുത്തിട്ടുണ്ട്, കുരു ഇല്ലാത്ത ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ചേർക്കുന്നതല്ലാത്തായ ഷമാമും കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ അവരത് വളരെ ഇഷ്ടമായിട്ട് കഴിക്കും. പിന്നെ എടുത്തിട്ടുള്ളത് ഓറഞ്ചാണ്. ഓറഞ്ച് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുരു എല്ലാം കളഞ്ഞ് തന്നെ എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു പേരയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറി വലുതാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബദാമോ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പം മിൽക്ക് മെയ്ഡ് അധികം വേണ്ട എന്നുള്ളവർ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് മധുരത്തിനായിട്ട് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-1.5 ടീസ്പൂണോളം വാനില എസൻസും ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആപ്പിളിൻ്റെ കളർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഏറ്റവും ലാസ്റ്റാണ് ആപ്പിൾ കട്ട് ചെയ്ത് വെക്കാനുള്ളതും. ആപ്പിൾ കട്ട് ചെയ്ത് ആദ്യം തന്നെ ഒരു ബൗളിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ആപ്പിളിൻ്റെ നിറം ഒട്ടും മാറാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂടിയോ കുറവായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഓറഞ്ച് ചേർത്ത് കൊടുക്കാം, പേരയ്ക്ക, മാതളം, ഏത്തപ്പഴം, പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഷമാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വലിയൊരു ബൗളിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ നമ്മളൊരു സ്പൂണിട്ട് ഇളക്കുന്നതിനേക്കാളും എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലുക്കി എടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് ഈവൻ ആയിട്ട് കിട്ടും. ചെറി, കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തേൻ ചേർത്ത് കൊടുക്കാം, വാനില എസൻസ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടിന്നോളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം. മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വളരെ സാവകാശം എല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇന്ന് ലൈം ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ലൈം ജ്യൂസ് ചേർക്കുന്നത് അളവ് വളരെ കുറച്ച് ചേർത്തിട്ട് അതിന് പകരമായിട്ട് ഓറഞ്ച് ജ്യൂസോ കുറച്ച് പൈനാപ്പിൾ ജ്യൂസോ ഒരു 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ കൂടി ചേർക്കുകയാണെങ്കിലും ഈ ഫ്രൂട്ട് സാലഡിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ഇപ്പോൾ ചേർക്കേണ്ടത് നല്ല മണമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ്, അതായത് ഓറഞ്ചോ പൈനാപ്പിളോ മുസാമ്പിയോ അങ്ങനെ നല്ല മണമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേപ്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരു ഇല്ലാത്ത ഗ്രേപ്സ് വേണം ഇതിനകത്ത് ചേർക്കാൻ. നമ്മളിങ്ങനെ ചേർക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നതിനിടയ്ക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചേർക്കാൻ. അതായത് കുരുവോ ഓറഞ്ചിൻ്റെ നാരോ ഒന്നും അധികം വരാത്ത രീതിയിൽ, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ചേർക്കേണ്ടതും. അപ്പോൾ സൈസ് ഞാനിതൊരു മീഡിയം സൈസിൽ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വലുതായിട്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പം തേനും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പകുതി ടിൻ മിൽക്ക് മെയ്ഡേ ചേർത്തിട്ടുള്ളൂ. ഇപ്പം കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം എനിക്ക് ആവശ്യമുള്ള നല്ലൊരു മധുരം കിട്ടിയിട്ടുണ്ട്. കാരണം ഫ്രൂട്ട്സിൻ്റെ മധുരവും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കുറച്ചും കൂടെ ക്രീമി ആയിട്ട് അങ്ങനെ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള കളർഫുൾ ഫ്രൂട്ട് സാലഡ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഗസ്റ്റ് ഉള്ള സമയത്തും ചെയ്ത് എടുക്കാവുന്ന നല്ലൊരു ഡെസേർട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.